ഹലോ. അപ്പോൾ അടുത്ത നമ്മുടെ സെയിൽ വീഡിയോ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അധികമൊന്നുമില്ല, കുറച്ച് ഫേൺസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫേൺസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതും മദർ പ്ലാന്റ് ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒരുപാട് തൈകൾ ഉണ്ടാക്കാം. അത്രയധികം പ്ലാന്റ്സ് ഉള്ള ഫേൺസിൻ്റെ പോട്ടാണ് സെയിലായിട്ടുള്ളത്. പോട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ പോട്ട് ഉൾപ്പെടെ നമുക്ക് അയക്കാൻ പറ്റില്ല, എങ്കിലും സേഫായിട്ട് അതിൻ്റെ വേരും ആ മണ്ണും നിലനിർത്തിക്കൊണ്ടുള്ള പാക്കിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഇതങ്ങനെ തന്നെ ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ വൈറ്റ് ഇൻഡോർ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ ഒരുപാട് തൈകൾ ഉണ്ടാക്കുവാനാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. ഫേൺസൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താ പറയുക, ഉണ്ടാക്കി വീണ്ടും വീണ്ടും തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫേൺസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നല്ല തണലുള്ളിടത്ത് വയ്ക്കണം. അത്യാവശ്യം ഈർപ്പം ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും ഇതിൻ്റെ ലീവ്സിൽ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഫേൺസിന് വാട്ടർ ഒരുപാട് ഇഷ്ടമാണെങ്കിലും നമ്മുടെ നനവും പോട്ടിംഗ് മിക്സൊക്കെ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാനൊക്കെ ചാൻസും ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ നല്ലൊരു ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടൊരു ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു പ്രതീതി ഉണ്ടാക്കുവാനായിട്ട് ഏറ്റവും നല്ല പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഫേൺസ് ആണ്. അപ്പോൾ എനിക്ക് പൊതുവേ ഫേൺസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് സെയിലിനുള്ളതെന്ന് നോക്കാം. ഈ ഒരു ടൈപ്പ് പ്ലാന്റ് നമുക്ക് ഈ ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സെയിലിനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി, നമ്മൾ അതനുസരിച്ചിട്ട് റേറ്റ് പറയുന്നതായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി വലിയ വെറൈറ്റി, അതായത് എന്താ പറയുക, വളർന്ന വലിയ മദർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ പോകെ കാണാം കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കുറച്ചും കൂടി വലിയ മദർ പ്ലാന്റ് ആണ്. നമ്മൾ ചെറിയ പ്ലാന്റ് ഗാർഡനിൽ വെച്ചിട്ട് വലിപ്പമാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ വെച്ച് വലിപ്പത്തിലെടുത്ത ഒരു മദർ പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഫേണിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്. നമ്മുടെ വൈറ്റ് പോട്ടിലൊക്കെ വെച്ചിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അത്രയും വലിയ പ്ലാന്റ് ആണ്. ഇതിലും ഒരുപാട് തൈകളുണ്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് പോട്ടിലല്ല വെച്ചേക്കുന്നത്, കാരണം സെയിലിനായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ബ്ലാക്ക് ഇതിൽ തന്നെയാണ്. വളരെ ചെറിയ പ്ലാന്റ് ആയിരുന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്. ചെറുതെന്ന് പറയുമ്പോൾ തീരെ പൊടിയല്ല, എങ്കിലും 3-4 ലീവ്സൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഗാർഡനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഫേൺസിന് അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഫേൺ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞത്, ഇത് നമ്മുടെ മതിലിലൊക്കെ പിടിച്ച് നിൽക്കുന്ന, അതായത് നിനക്ക് പണ്ടറിയാമല്ലോ നമ്മളിങ്ങനെ കയ്യിൽ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റേത് ആ ഇലയുടെ അതേ പ്രിൻ്റ് പോലെ തന്നെ നമ്മുടെ കയ്യിലാവുന്ന ഒരു സംഭവം, ഫേൺ പോലെ തന്നെ ഇരിക്കുന്ന ഒരിതുണ്ടല്ലോ, അതും ഫേണിൻ്റെ ഒരു ലോക്കൽ നമ്മുടെ എപ്പോഴും കാണുന്ന വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതല്ലേന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കെപ്പോഴും ഇതൊക്കെ കണ്ടു പരിചയമുള്ള പ്ലാന്റ്സ് ആണ്, പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ അതിൻ്റെ തന്നെ ഓരോ വെറൈറ്റികളൊക്കെ ഇഷ്ടംപോലെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. എനിക്ക് പണ്ടൊക്കെ ഈ ഫേണൊക്കെ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ റേറ്റ് കേൾക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഓരോ പ്ലാന്റ്സും ഞാൻ ഓരോ പ്രാവശ്യം ലോഡൊക്കെ എടുക്കാൻ പോകുമ്പോഴായിരുന്നു സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ടിരുന്നത് ആദ്യമൊക്കെ കേട്ടോ. കാരണം നമ്മുടെ കയ്യിലും പൈസയില്ല, നമ്മൾ മേടിക്കുന്നതെല്ലാം സെയിലിനായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഓരോരോ പ്ലാന്റ്സ് ആയിട്ട് കൊണ്ടുവന്നാണ് ഞാനും എനിക്കിഷ്ടമുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ വളർത്തിയെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫേണും ഞാൻ ചെറുതിലേ കൊണ്ടുവന്നിട്ട് വലിപ്പമാക്കി എടുത്തതാണ്. ഇനി അടുത്തത് ഈ ഒരു തിക്കായിട്ടുള്ള ഒരു ഫേണാണ്. ഫേൺസിനൊക്കെ നെയിം ഉണ്ട് കേട്ടോ. ഓരോ ഫേൺസിനും അതിൻ്റേതായ പേര് കാര്യങ്ങളുണ്ട്. ഇത് ഇത്തിരി ഒരു പ്രത്യേക തരം പച്ച നിറത്തിലുള്ളതാണ് കേട്ടോ. ഈ ഒരു ഫേണിൻ്റെ പേര് എനിക്കൊന്ന് അസ്പരാഗസ് എന്നോ അങ്ങനെ എന്തോ ആണ് ഈ ഫേണിൻ്റെ പേര്. ഇത് നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഇതിൽ പച്ച നിറമുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ പോട്ടും നമുക്ക് സെയിലിനായിട്ടുള്ള നല്ല ബുഷി പോട്ടാണ്. നല്ല വെയിറ്റൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ആൾ അത്രയും നല്ല കൽപ്പൊടിയിലാണ് വന്നിട്ടുള്ളത്. ചില സമയത്ത് ഫേണ് ഇതിൽ എന്താ പറയുക, നമ്മുടെ ചകിരിച്ചോറിൽ വരുന്നത് കാണാം. പക്ഷെ ഞാൻ ചകിരിച്ചോറിൽ ഫേൺ നട്ടിട്ട്, അതായത് ചകിരിച്ചോറ് മാത്രമായിട്ട് നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കരിഞ്ഞു പോകുന്നത്. എനിക്ക് ആദ്യമൊന്നും പോട്ടി മിക്സ് അറിയില്ലായിരുന്നു, അങ്ങനത്തെ ഒരു രീതി കണ്ടു. പിന്നെയാണ് ഞാൻ കുറച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ ഒന്ന് അതായത് ഇത്തിരി ചിരൽ പോലത്തെ മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നട്ടത്.
അപ്പോൾ ഇതേ ഈ ഒരു ഫോണും നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ പിടിപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ള ഫോണാണ്. അതിൽ പുതിയ ലീവ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗാർഡനിലൊക്കെ ഇത്രയും ചെറിയതിന് തന്നെ റേറ്റ് ഉണ്ട്. അതായത് ഒരു 80 രൂപ റേറ്റിലൊക്കെയാണ് ചെറിയ ഫോൺ തന്നെ വരുന്നത്. ഇപ്പോൾ ഇതിൽ കുറച്ചും കൂടി ലീവ്സ് 2-3 ലീവ്സ് കൂടി വന്നാൽ ഇത്ര ഉള്ളത് 80 രൂപയ്ക്കൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ബുഷി പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇഷ്ടം പോലെ ഇതുപോലത്തെ ഷൂട്ട്സ് കാര്യങ്ങൾ ഇഷ്ടം പോലെ ഫോൺസിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ പോട്ട് നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി അടുത്തത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫാനാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു പോട്ടിൽ വെച്ചിട്ട്, അതായത് ഇൻഡോർ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു ചെറിയ ഒരു നമ്മുടെ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ടേബിളില്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ 3-4 വൈറ്റ് പോട്ടിൽ കുറച്ച് പ്ലാന്റ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടുള്ള ഇതാണിത്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വൈറ്റ് പോട്ടിൽ ഇരിക്കുന്നതൊന്ന് കാണിക്കാനായിട്ട് ഈ പോട്ട് എടുത്തതേ ഉള്ളൂ. എനിക്ക് ഫേണിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടമുള്ളതാണ്. കാരണം ഇതിൻ്റെ ആ ഒരു കടഭാഗമില്ലേ, അതെനിക്ക് ഭയങ്കര ഇതാട്ടോ. ഒരു തെങ്ങൊക്കെ നിൽക്കുന്ന പോലെയാണ് ഈ ഫോൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആ ഒരു കടഭാഗത്തുള്ള കുറച്ച്, അത് എന്തുകൊണ്ടാണ് എനിക്കിഷ്ടം എന്ന് ചോദിച്ചാൽ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു പോർഷൻ. ഞാൻ എപ്പോഴും ഇത് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാനായിട്ടൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ ആ ഒരു പോർഷൻ നോക്കാറുണ്ട്. അത്രയും ഇത് വന്നിട്ടുള്ളത്. ബാക്കി ഫോൺസൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഇത്തിരി പൊങ്ങി വന്നിട്ടാണ് ലീവ്സ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഫോണാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ തൈകൾ ഓർഡർ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് CC പ്ലാന്റ് ആണ്. CC പ്ലാന്റിൽ നമുക്ക് ഗ്രീൻ കളറും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. ബ്ലാക്കാണ് അത്യാവശ്യം നല്ല റേറ്റിൽ പോകുന്നത്. നല്ല റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീനേക്കാളും റേറ്റ്, പക്ഷെ രണ്ടും കാണാൻ ഭംഗിയാണ്. ഇത് CC പ്ലാന്റിൻ്റെ എന്താ ഒരു മദർ പ്ലാന്റ് എന്നൊക്കെ പറയാം. മദർ പ്ലാന്റ് അല്ല, ഒരു 4 ഷൂട്ടോട് കൂടിയ 3 ഷൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 4 പ്ലാന്റ്സ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് വളർത്താം. ഇത് നമ്മൾ ഒരു ഷൂട്ടായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബുഷിയായിട്ടുള്ള പോട്ടാണെങ്കിൽ ഇത് അതുപോലെ തന്നെ വാങ്ങിയിട്ട് ജസ്റ്റ് ഒരു വൈറ്റ് ചെറിയ പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് അത്യാവശ്യം വീടിൻ്റെ അകത്താണെങ്കിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് CC പ്ലാന്റ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഒരു ഷൂട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഷൂട്ടായിട്ട് കൊടുക്കുന്ന പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷൂട്ടായിട്ട് കൊടുക്കുന്ന പ്ലാന്റ്. നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. കണ്ടോ, ഇതും നമ്മൾ വൈറ്റ് പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലീവ്സിലൊക്കെ ഒരു വൈറ്റ് കളറുള്ള ഒരു ചെറിയ ഒരു പൗഡറി ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മൾ ഒരു തുണി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി നനച്ചിട്ട് ലീഫൊക്കെ ഇടയ്ക്കൊന്ന് ലീവ്സൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലത്തെ നമ്മുടെ CC പ്ലാന്റ് ആണ്. അതിൻ്റെ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ, എൻ്റെ കളക്ഷനിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ബുഷി ആയിട്ടുള്ള ടൈപ്പും ഉണ്ട്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയും ബുഷി ആയിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ സിംഗിൾ ഷൂട്ടാണ് വേണ്ടെങ്കിൽ ഇതാണ് കേട്ടോ കാണുന്നത്. ഇതെല്ലാം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിലും വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ലെങ്ത്ത് കൂടും. അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ആയിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇനി സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ വരാനുണ്ട്. നമ്മളെപ്പോഴും 50 രൂപയ്ക്കൊക്കെ റോസ് കൊടുക്കുന്ന ഒരു ഇതാണ് സ്റ്റോക്ക് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ മറക്കാതെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ വീഡിയോ ഒക്കെ മിസ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ചാനൽ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുക, സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇതിൽ കാണുന്ന പ്ലാന്റ്സ് ഏതെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അതുപോലെ ഒരുപാട് റോസിൻ്റെ സെയിൽ വീഡിയോ പുതിയതായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കാറ്റലോഗിൽ വലിയ മദർ പ്ലാന്റ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.